ഹായ് അസ്സലാമു അലൈക്കും. നമുക്കിന്ന് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന മുട്ടച്ചോറിൻ്റെ റെസിപ്പി നോക്കാം. സവാള, തക്കാളി, കറിവേപ്പില, വറ്റൽമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചെറുതായി അരിഞ്ഞ് ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് എണ്ണയൊഴിച്ച് ചൂടാകുമ്പോൾ കടുക് നല്ലവണ്ണം പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ചേക്കുന്ന സവാള, തക്കാളി, വറ്റൽമുളക്, കറിവേപ്പില എന്നിവയെല്ലാം ചേർത്ത് വഴറ്റാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ഇടുന്നുണ്ട്. ഇതെല്ലാം നല്ലവണ്ണം വഴറ്റി പച്ചമണം മാറി ഉള്ളി നല്ലവണ്ണം വഴന്നു വരണം. അതിനുശേഷം അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, സ്പൈസസ് നമുക്ക് ആവശ്യാനുസരണം ഇട്ടാൽ മതി. കുറച്ച് ഗരം മസാല ഇഷ്ടമല്ലാത്തവർക്ക് സാദാ ജീരകത്തിൻ്റെ പൊടിയും ഇടാവുന്നതാണ്. അതിനുശേഷം ഞാൻ അല്പം കസ്തൂരി മേത്തിയും കൂടി ഇടുന്നുണ്ട്. ഇതെല്ലാം നല്ലവണ്ണം ചൂടാക്കി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതേ ഫ്രൈ പാനിൽ തന്നെ നമുക്ക് 4 മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 4 മുട്ട നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇതിനാവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യം ഫ്രിഡ്ജിൽ വെച്ച തണുത്ത ചോറായാലും കുഴപ്പമില്ല, ബാക്കിയുള്ള ചോറ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നല്ലവണ്ണം മിക്സ് ചെയ്ത് 10 മിനിറ്റ് ചെറിയ തീയിലൊന്ന് ആവിയേറ്റിയെടുക്കാം. ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് ഭയങ്കര മടിയായിരിക്കും കറികളൊക്കെ ഉണ്ടാക്കാൻ. അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. 10 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് ആവിയേറ്റിയെടുക്കാം. ഇതിന് പ്രത്യേകിച്ച് വേറൊരു കറിയുടെ ആവശ്യമില്ല. സലാഡോ പപ്പടോ നമുക്കിഷ്ടമാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാം. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അസ്സലാമു അലൈക്കും.